ഹലോ ഹലോ ഋഷി. ഹലോ, കേക്കാവോ? സോറി, റോങ് നമ്പർ. എന്താണ് മിസ് റോങ് നമ്പർ? എത്ര നേരമായി വിളിക്കുന്നു? അതേ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. വീട്ടിലല്ലേ? അല്ല, നട റൂട്ടിലാ. ഈ പാതിരാത്രി പിന്നെ വീട്ടിലല്ലാതെ വേറെ അങ്ങോട്ട് പോകാനാ? ഇതേതാ നമ്പർ? എൻ്റെ ഫോണ് ഡെഡായി. ഒരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അതേതാ? എനിക്കറിയാൻ മേലാത്തൊരു ഫ്രണ്ട്. അതൊക്കെ പറയാം. ആദ്യം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യ്. നീ അധികം ബില്ലപ്പൊന്നുമില്ല. കാര്യം എന്താന്ന് പറ. ഇപ്പൊ ഫ്രണ്ട് ഡോറിലൊരു സാധനം ഡെലിവർ ആവും. അതൊന്ന് എടുത്ത് അകത്ത് വെക്കണം. ഡെലിവറിയാ? ഈ സമയത്തോ? ഇതൊരു സ്പെഷ്യൽ സർവീസാ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ? ആലോചിക്കാം. ആലോചിച്ച പോരാ, ചെയ്യണം. ഓക്കെ, ബൈ. ഹായ്. ആ, എത്തിയാ? സ്പെഷ്യൽ ഡെലിവറി എന്ന് പറഞ്ഞപ്പോഴേ തോന്നി എന്തെങ്കിലും ഉടായ്പായിരിക്കും. എന്തേ, ഇഷ്ടപ്പെട്ടില്ല? മാറ്. സ്പെഷ്യൽ ഡെലിവറിക്ക് അകത്ത് തരണം. എങ്ങോട്ടേക്കാ തള്ളി കയറി? കൈ മാറ്റി ഋഷി. ഞാൻ നല്ല ടയർഡാ. പോരാത്തതിന് ഒടുക്കത്തെ വിശപ്പും. കൈയൊക്കെ മാറ്റാം. അതിനുമ്പ് ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറ. എന്ത്? എന്തായിരുന്നു? ആ, എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുന്നു. സി, ഐ കാൻ വെയിറ്റ് ടിൽ യുവർ ലീവ്സ് ഗെറ്റ് അപ്രൂവ്ഡ്. ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകണം. കഴിഞ്ഞിട്ടില്ല. 1 month വരെ മീറ്റ് ടൈമാണ്. ആ സമയം എൻ്റെ കൂടെ ആരും വരെയും വേണ്ട, എന്നെ ആരും വിളിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇതിപ്പോൾ 2 ആഴ്ച പോലും ആയില്ല. എന്തു പറ്റി? നീ എന്നോട് പോരുന്നുണ്ടോയെന്നോ ചോദിച്ചില്ല. അതുപോട്ടെ, ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നെങ്കിലും നീ ഒന്ന് ആലോചിച്ചോ. ഇൻട്രഗേഷൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് അകത്തോട്ട് കയറാവോ? നടക്കത്തില്ല. ഇതൊക്കെ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ടാലും പറയാലോ. നടക്കത്തില്ല നായൻ. നിന്നെ ഇതിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. നീ നിന്റെ 1 month മീറ്റ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് വാ. എന്നിട്ട് ആലോചിക്കാൻ കയറ്റണോ വേണ്ട. ഞാൻ പോണെന്ന് ഉറപ്പാ? ഡു യു വാണ്ട് മീ ടു ലീവ്? യെസ്. ഒരു മാറ്റമില്ല? ഒരു മാറ്റവും ഇല്ല. ആ, അങ്ങനെയാണെങ്കിൽ ഇതെന്താ പുറത്ത് വെക്കുന്നേ? അകത്തേക്ക് വരുന്നില്ലേ? ആ, വാ വാ. വെറുതെ കുറെ ചോദ്യം ചോദിച്ച് സമയം കളഞ്ഞു. എനിക്കാണ് വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. ഇന്ന് എന്താ സ്പെഷ്യൽ മിസ്റ്റർ ഋഷി? ഒന്നുമില്ലേ? ഇതെന്താ ഇവിടെ നിന്ന് കഴിക്കാനില്ലേ? ഋഷി നിന്നോടാ ചോദിക്കുന്നേ. ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഉണ്ടായിരുന്നൊക്കെ ഞാൻ കഴിച്ചു. അതല്ലേലും തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നവർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ വേണ്ട, ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. പവർ ബാങ്ക് വല്ലതും വേണോ? എൻ്റെ നായൻ നിനക്കൊന്ന് പോയി കുളിക്കാൻ മേലെ? ഉള്ള നാട് മുഴുവൻ കറങ്ങി വന്നിട്ട്. അത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോഴല്ലേ നിന്റെ ഒടുക്കത്തെ ഒരു ഇൻട്രോഗേഷൻ.
എന്താണ് സാർ ഇങ്ങനെ ഇരട്ടത്തൊറ്റയ്ക്കുന്നേ? ഈ ലൈറ്റ് ഒന്ന് ഇട്ടൂടെ? വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യായിരുന്നോ? ചുമ്മാ പറഞ്ഞതാ. എന്നാലും ഇതൊക്കെ എപ്പോൾ സെറ്റ് ചെയ്തു? സത്യം പറഞ്ഞ നീ പോയ പിന്നെ എനിക്കെന്താ ചെയ്യാൻ? നല്ല ബോറടിയായിരുന്നു. അപ്പം പിന്നെ ആലോചിച്ച് ഈ ബാൽക്കണിയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. നീ ഏതായാലും കുറേ നാളായിട്ട് പറയുന്നല്ലേ. അങ്ങനെ പോയി കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങി ആ ടേബിൾ സെറ്റ് ഒപ്പിച്ചു. പിന്നെന്താ കുറച്ച് ലൈറ്റ്സ് സെറ്റപ്പ് ചെയ്തു. അല്ല, ഞാൻ പോയ പിന്നെ നിന്റെ കുക്കിംഗ് ഒക്കെ സ്പീഡായോ? പിന്നെ നൂഡിൽസിന് 2 കപ്പ് ചായ ഉണ്ടാക്കാൻ ഞാൻ പണ്ട് 2-3 മണിക്കൂർ എടുക്കുമായിരുന്നല്ലോ. പിന്നെ നിന്റെ നീരാട്ടല്ലേ, എന്തായാലും 1/2 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓ, സംഭവം കുറച്ച് ഓവറായോ? ഏയ്, അതിന് 2 ഹാർട്ട് ഷേപ്ഡ് ബലൂൺ കൂടെ വേണ്ടി വരും. നയൻ, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഹൗ മച്ച് ഐ മിസ്ഡ് യു എന്ന്? അതല്ലേ ഞാൻ വേഗം തിരിച്ചു വന്നേ. ശരിക്കും അതാ നീ തിരിച്ചു വന്നേ? ഞാൻ അത്യാവശ്യം കുറേ ട്രാവൽ ചെയ്തു, പുതിയ കുറേ പ്ലേസ് എക്സ്പ്ലോർ ചെയ്തു. നമ്മുടെ പഴയ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ ഒന്നുകൂടെ പോയി കണ്ടു. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായ. എന്ത്? യു ആർ മൈ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. ശരിക്കും? ഋഷി, നിന്റെ അടുത്ത് എനിക്ക് ഞാനായി തന്നെ നിൽക്കാൻ പറ്റും. ഐ ഡോണ്ട് നീഡ് ടു ഫേക്ക് എനിത്തിങ്. ഇത്രയും കംഫർട്ട് മറ്റെവിടെ നിന്ന് എനിക്ക് കിട്ടില്ല. ഇനിയും കുറേ യാത്രകളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോവും. പക്ഷെ എവിടെയൊക്കെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് തന്നെ വരും. പക്ഷെ ഇതൊക്കെ ഭയങ്കര ചെലവാട്ടാ.